like a Hellcat. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അസൂസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഡൊമിനോസ് സ്റ്റൈലിലുള്ള ഒരു ഗാർലിക് ബ്രെഡുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഓവനില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ബ്രെഡ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ഒരു കപ്പിൽ 2 ടീസ്പൂൺ ഈസ്റ്റ് ആദ്യം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു അര കപ്പോളം ഇളം ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഒരു 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ചൂടുള്ള പാലിൻ്റെ മിക്സ്ചർ ചേർത്ത് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. ഇനി കുഴച്ചതിന് ശേഷം ഇതിപ്പോൾ നന്നായി കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നന്നായി മൂടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ 2 മണിക്കൂറോളം വയ്ക്കാം കേട്ടോ. ഇനി ഇവിടെ മൂടിയിട്ട് 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി ഈ ഡോ നമുക്ക് എടുത്തിട്ട് ഒരു പലകയിൽ വെച്ചിട്ട് നന്നായി കുറച്ച് മാവ് തൂവിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിൽ 4 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതും അതിൽ 2 ടീസ്പൂൺ ചോപ്പ് ചെയ്ത ഗാർലിക്കും പിന്നെ ഒരു 1/4 കപ്പ് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഡോ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് നമുക്ക് അതിന് മുകളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഇവിടെ പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ മിക്സ്ചർ ഇതിൽ നന്നായി ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഞാൻ നന്നായി തേച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഷ്രെഡഡ് ചീസ് ഷ്രെഡ് ചെയ്തിട്ട് അതായത് മോസറല്ല ചീസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സൈഡിൽ നന്നായിട്ട് മോസറല്ല ചീസ് വെച്ച് കൊടുക്കാം. മോസറല്ല ചീസ് ഇല്ലെങ്കിൽ ഷ്രെഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മടക്കിയതിന് ശേഷം നന്നായി കവർ ചെയ്യാം. ഇനി ഇതിന് മുകളിലേക്ക് വീണ്ടും നമുക്ക് ബട്ടർ മിക്സ്ചർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു പഴയ തവ നന്നായി ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ കട്ടികൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായി കവർ ചെയ്തതിന് ശേഷം ഒരു
മണിക്കൂറായിട്ടുണ്ട്. നമ്മളുടെ ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ശരിക്ക് ഡൊമിനോസ് സ്റ്റൈൽ തന്നെയാണ്, കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. താങ്ക് യു.